റിഫ്ലെക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിരുന്നു, നമുക്ക് കാറിൽ ചെറിയ രീതിയിൽ ഒരു സബ്വൂഫർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ചോദിച്ചത്. ഇപ്പോൾ നമുക്ക് കാറിലേക്ക് ഒരുമാതിരിയുള്ള സബ്വൂഫറൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ പവേഡ്, അതായത് നമുക്ക് സബ്വൂഫറിൻ്റെ അകത്ത് തന്നെ ബാസ് ട്യൂബിൻ്റെ അകത്ത് തന്നെ ആംപ്ലിഫയർ വെച്ച് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ JBLൻ്റെ ആംപ്ലിഫയർ, JBLൻ്റെ സബ്വൂഫർ, ഇങ്ങനെയൊക്കെ വെച്ച് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര വില കൂടുതലാണ്. കാരണം JBLൻ്റെ ഒരു 2 ചാനൽ ആംപ്ലിഫയർ തന്നെ മേടിക്കണമെങ്കിൽ ഏകദേശം ഒരു 5000 രൂപയോളം അടുത്ത് വരും. ബാസ് ട്യൂബ് ആണെങ്കിൽ തന്നെയായാലും നല്ലൊരു വില വരും. അപ്പോൾ നമുക്കൊരു കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ രീതിയിലൊരു ആംപ്ലിഫയറാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതും നമുക്ക് ചെയ്യാവുന്ന നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു 12 ഇഞ്ച് വരെ നമുക്ക് ലോഡ് ചെയ്യാവുന്ന ഒരു ആംപ്ലിഫയർ, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഐറ്റംസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോ കൂടി പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ക്യാബിനാണ്. അത് നിങ്ങൾ വലിയ കോസ്റ്റ്ലി ക്യാബിൻ മേടിക്കണമെന്നൊന്നുമില്ല. ക്യാബിൻ നോർമൽ ഇങ്ങനത്തെ ഒരു ക്യാബിനാണ് കിട്ടുന്നത്. ഇത് പെൻഡ്രൈവ് ഒക്കെ യൂണിറ്റ് വെക്കാവുന്ന ഒരു ഇതാണ്. അത് നമുക്ക് ആവശ്യം വേണ്ടി വരില്ല. അപ്പോൾ അത് കാരണം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു പെൻഡ്രൈവ് വെച്ചതിന് ശേഷം 2 ചാനലും അതുപോലെ തന്നെ ഇതിനകത്ത് സബ്വൂഫറിൻ്റെ ആംപ്ലിഫയറും കണക്ട് ചെയ്ത് നമുക്കൊരു 2.1 ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല, ഒരു സബ്വൂഫറിൻ്റെ ആംപ്ലിഫയർ മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ക്യാബിൻ്റെ ഫ്രണ്ട് പാനൽ നമുക്ക് ആവശ്യമുണ്ട് ഉപയോഗിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു അക്കർലിങ്ങിൻ്റെ ഒരു ഷീറ്റ് വെച്ചാലും ഒരു കൺട്രോളിനുള്ള ഒരു പവർ ഓൺ സ്വിച്ചിനുള്ള ഭാഗം മാത്രം മതി. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഈ ഡയലിൽ തന്നെ ഒരു പവർ ഓൺ സ്വിച്ചും ഒരു വോളിയം കൺട്രോളാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. പിന്നെ ചെറിയ ഇങ്ങനത്തെ ഒരു ക്യാബിൻ, അതിൻ്റെ പുറകിൽ ഫാൻ വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ഫാൻ ആവശ്യമുള്ളവർക്ക് ഫാൻ വയ്ക്കാം. സ്പീക്കർ ഔട്ട് കൊടുക്കാനുള്ള ഒരു കണക്ടർ ഉണ്ട്, ആ കണക്ടർ കൂടി മേടിക്കണം. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന പവർ ഓൺ സ്വിച്ച്, വോളിയം കൺട്രോൾ, ഈ സ്പീക്കർ ഔട്ട്പുട്ട്, മാക്സിമം നിങ്ങൾ ഷീൽഡ് വയർ ഉപയോഗിക്കാൻ നോക്കുക, കുറച്ച് നോയ്സൊക്കെ കുറയും. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ കോമൺ ആയിട്ട് നമ്മളൊരു ക്യാബിൻ മേടിക്കുമ്പോൾ ഇത്തരം സാധനങ്ങൾ ഈ ക്യാബിനനുസരിച്ചുള്ളതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ആംപ്ലിഫയറാണ്. ആംപ്ലിഫയർ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത് സബിൻ്റെ ഫിൽറ്ററോട് കൂടിയുള്ള ഒരു ആംപ്ലിഫയറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. സബിൻ്റെ ആംപ്ലിഫയർ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള തോഷിബയുടെ 52001943 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ വെച്ചുള്ള 4 ട്രാൻസിസ്റ്റർ വെച്ചുള്ള ആംപ്ലിഫയറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്വൂഫറിൻ്റെ പ്രീ ഉൾപ്പെടെയുള്ളതുകൊണ്ട് കൂടുതൽ വയറിങ് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻപുട്ടും ഔട്ട്പുട്ട്, അതേപോലെ തന്നെ വോളിയം കൺട്രോളിലേക്ക് കൊടുക്കാനുള്ള ഭാഗം, പിന്നെ സ്പീക്കർ ഔട്ട്പുട്ട്, പവർ സപ്ലൈ, ഇതെല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സബ്വൂഫറിൻ്റെ പ്രീയും ആംപ്ലിഫയറും ഒരേ വോൾട്ടിൽ തന്നെ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. പിന്നെ വേണ്ടതാണ് നമുക്കൊരു ഇതേപോലെ ഒരു പവർ സപ്ലൈ യൂണിറ്റാണ് വേണ്ടത്. അത് വരുന്നത് നമുക്ക് കാറിൽ വരുന്ന 12 വോൾട്ടാണ് നമ്മുടെ ബാറ്ററി, എല്ലാ വണ്ടിക്കും വരുന്നത് 12 വോൾട്ടാണ്. അത് ആംബിയർ പല വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. ഒരു 35 ആംബിയർ, 45 ആംബിയർ, 60 ആംബിയർ, അങ്ങനെ ഡീസൽ വണ്ടി, പെട്രോൾ വണ്ടിക്കൊക്കെ ആംബിയറിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല. നമുക്ക് 12 വോൾട്ടാണ് വേണ്ടത്. ഇതിനകത്തോടെ 12 വോൾട്ട് നമ്മൾ ഇതിനകത്ത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ വരുന്നത്, ഇതിനകത്ത് ഇപ്പോൾ തൽക്കാലം ഈ ആംബിന് മാച്ച് ചെയ്തിട്ടുള്ള രീതിയിലാണ് 35035 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കൂടാതെ ഇതിനകത്ത് 12 വോൾട്ടും ഇതിനകത്ത് ഔട്ട് വരുന്നുണ്ട്. നമുക്ക് 12 വോൾട്ടിൽ വേറെ എന്തെങ്കിലും ആംപ്ലിഫയർ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സാധിക്കും. നമ്മളിപ്പോൾ ഇതിനകത്ത് നിന്ന് എടുക്കാൻ പോകുന്നത് 35 വോൾട്ടാണ്. അത് ഈ ആംപ്ലിഫയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ആംപ്ലിഫയർ 35 വോൾട്ടിൽ നമുക്ക് ഡ്യുവൽ സപ്ലൈ വർക്ക് ചെയ്യും. ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ. ഇതിപ്പോൾ ഇതിനകത്ത് എല്ലാ വീഡിയോയിലും ഞാൻ കൂടുതൽ ഈ സോൾഡർ ചെയ്യേണ്ടും വയർ ചെയ്യേണ്ടൊക്കെ കാണിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് വായിച്ചു നോക്കി അറിയാവുന്നതാണ്. കാരണം ഈ ബോർഡിനകത്ത് നമ്മൾ കാർ സ്റ്റീരിയോയിൽ നിന്ന് വന്ന ഇൻപുട്ട് എഴുതിയിട്ടുണ്ട്. അത് കാർ സ്റ്റീരിയോ എന്നല്ല, ഏതിൻ്റെ ആയാലും ഇൻപുട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് സബിൻ്റെ ഔട്ട്പുട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സബ്വൂഫർ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് എഴുതിയിട്ടുണ്ട്. പവർ സപ്ലൈ +-0 പവർ സപ്ലൈ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ സ്പീക്കർ ഔട്ട് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അത് പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ടൊരു അതിനകത്ത് വെച്ച് സോൾഡർ ചെയ്യുന്ന ഒരു വീഡിയോ അത്ര ലെങ്തി ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് കാണിക്കാത്തത്. സോൾഡർ ചെയ്തതിന് ശേഷമാണ് ഞാൻ കാണിക്കാറ്. കാരണം വെച്ചാൽ അത് നിങ്ങൾക്ക് സോൾഡർ ചെയ്യാനും ഇതിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയായിരിക്കാം. ഇൻപുട്ടൊക്കെ വായിച്ച് നോക്കി എന്തായാലും സോൾഡർ ചെയ്യാൻ അറിയാം. പിന്നെ മറ്റുള്ള കാര്യങ്ങളും വയറിങ്ങും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് കാണിക്കാറുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് എന്തായാലും ഈ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. പവർ സപ്ലൈ എങ്ങനെ ചെയ്യേണ്ടതെന്നും ഇത് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കാണിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സബ്വൂഫറിൻ്റെ ആംപ്ലിഫയർ വരുന്നത്. ഇതിനകത്ത് നമുക്ക് എല്ലാ ബോർഡിലും ഇതേപോലെ തന്നെ ഈ ബോർഡിൽ ഇൻപുട്ട്, ഔട്ട്പുട്ട്, അതുപോലെ തന്നെ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട്, പവർ സപ്ലൈ, സ്പീക്കറിലേക്കുള്ള ഔട്ട്പുട്ട്, ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. ഇതിനകത്ത് നോക്കേണ്ടത് നമ്മൾ കാർ സ്റ്റീരിയോയിലാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ കാർ സ്റ്റീരിയോൻ്റെ ഇതിൻ്റെ ഇൻപുട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ ഇൻപുട്ട് ഡയറക്റ്റ് ഇതിനകത്തേക്ക് ലെഫ്റ്റ് റൈറ്റ് അതേപോലെ തന്നെ കോമൺ ഇതിനകത്തേക്ക് കൊടുക്കുക.
അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് സബിൻ്റെ ഫിൽറ്ററാണിത്, സബ് വൂഫർ ഫിൽറ്റർ ചെയ്യുന്ന ഔട്ട് വരുന്നത്. ഇതിനകത്ത് ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ഔട്ട് എടുക്കുക. ഔട്ട് നമുക്കൊരു ഷീൽഡ് വയറിൽ നല്ല രീതിയിൽ ഷീൽഡ് വയർ ഉപയോഗിച്ച് എടുക്കുക. അതിനുശേഷം നമ്മളൊരു 47K അല്ലെങ്കിൽ 100K ഒരു വോളിയം കൺട്രോളിൽ കണക്ട് ചെയ്യുക. പിന്നെ വരുന്നതാണ് നമ്മൾ ഈ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടാണ് ഈ വരുന്നത്. ഇൻപുട്ട് ഗ്രൗണ്ടും ഇന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്തേക്ക് വോളിയം കൺട്രോളിൻ്റെ പോയിൻ്റ് കൊടുക്കുക. പിന്നെ വരുന്നതാണ് ഇതിനകത്ത് പവർ സപ്ലൈ നമുക്ക് 27027 ആണ്. നമുക്ക് ഇതിനകത്ത് 35 വോൾട്ട് വരെ ഇതിനകത്ത് വർക്ക് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. പിന്നെ വരുന്നതാണ് ഇതിൻ്റെ സ്പീക്കർ ഔട്ട്. ഈ ഭാഗത്താണ് ഇതിൻ്റെ സ്പീക്കർ ഔട്ട് വരുന്നത്. ആ സ്പീക്കർ ഔട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പുറകിൽ നിന്ന് സോൾഡർ ചെയ്തെടുത്താലും കുഴപ്പമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടിയിലേക്കാണ് ഇതിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ സോൾഡർ ചെയ്തതിന് ശേഷം നല്ല രീതിയിലുള്ളൊരു ഗ്ലൂ ചെയ്യുക. നമ്മൾ ഗ്ലൂ ഗൺ മേടിക്കാൻ കിട്ടുന്നതാണ്. ആ ഗ്ലൂ ഗൺ വെച്ചിട്ട് നല്ല രീതിയിൽ ഗ്ലൂ ചെയ്യുക. ഷേക്ക് ആയാലും വയറുകളോ കാര്യങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷോർട്ട് ആവാതെയോ അല്ലെങ്കിൽ ടച്ച് ആവാതെ ഇരിക്കാൻ വേണ്ടിയാണ് നല്ല രീതിയിൽ ഗ്ലൂ ചെയ്യുക. പിന്നെ ക്യാബിൽ നല്ല രീതിയിലും സ്ക്രൂ ചെയ്ത് നന്നായിട്ട് ഉറപ്പിക്കുക. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ബോർഡിൽ വരുന്നത്. ഈ 12 വോൾട്ട് കൺവെർട്ടർ ബോർഡ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഭാഗത്ത് 12 വോൾട്ട് കാറിൽ നിന്നുള്ള 12 വോൾട്ട് DC കറണ്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് പിന്നെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു സ്വിച്ചിനുള്ളൊരു ഓപ്ഷനാണ്. ഈ സ്വിച്ചിനുള്ള ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ആംപ്ലിഫയറിലൊക്കെ ഇതേപോലെ പ്ലസും മൈനസും കൂടാതെ റിം കണക്ഷൻ വരാറുണ്ട്, റിമോട്ട് കണക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ വണ്ടി ഓൺ ചെയ്യുക അല്ലെങ്കിൽ കാർ സ്റ്റീരിയോ നമ്മുടെ ഓൺ ചെയ്തതിന് ശേഷമാണ് ആ കറണ്ട് ആംപ്ലിഫയറിലേക്ക് പാസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് താക്കോൽ ഓൺ ചെയ്താൽ സെറ്റിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷമാണ് നമ്മുടെ പവർ ആംപ്ലിഫയർ വർക്ക് ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ചിങ് ആണ് ആ കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇതിലും അതേപോലെ തന്നെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്ലസും മൈനസും ബാറ്ററിയിൽ നിന്നുള്ള പ്ലസും മൈനസും കൊടുക്കുക. അതിനുശേഷം താക്കോൽ കറണ്ടിന് വേണ്ടിയിട്ട് വരുന്ന താക്കോൽ ഓൺ ചെയ്താൽ സപ്ലൈ ഓൺ ആവുന്നൊരു പോയിൻ്റ് എടുത്തിട്ട് നമുക്ക് ഈ സ്വിച്ചിൽ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ താക്കോൽ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള സപ്ലൈ ഓഫ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ബാറ്ററി ഇറങ്ങി പോകാൻ ചാൻസ് കുറവാണ്. നമ്മൾ ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ സ്വിച്ചിങ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് താക്കോൽ ഓഫ് ചെയ്താലും ഈ യൂണിറ്റ് ഓഫ് ആവില്ല. അതായത് ഈ കൺവെർട്ടർ ഓഫ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ഇറങ്ങി പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സ്വിച്ചിങ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നത്. ചില ബോർഡിൽ ബാറ്ററി സപ്ലൈ DC വരുന്നത് പ്ലസും മൈനസും കൊടുക്കാറുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ പ്ലസും മൈനസും കൊടുത്തിട്ടില്ല. അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ബോർഡിനകത്ത് ഈ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് വരുന്നത് ഈ ബോർഡിൻ്റെ ഈ ഭാഗം വരുന്നതാണ് സ്വിച്ചിലേക്കായിട്ടുള്ള യാതൊരു കണക്ഷനും കാര്യങ്ങളും ഇല്ലാത്തത് കാണാം. ആ വരുന്നതാണ് ഇതിൻ്റെ മൈനസ് പോയിൻ്റ് വരുന്നത്. പിന്നെ വരുന്നൊരു പോയിൻ്റ് ഈ സ്വിച്ചിൻ്റെ കണക്ഷനും ഈ പറഞ്ഞ പോലെ വണ്ടിയിൽ നിന്നുള്ള 12 വോൾട്ട് സപ്ലൈയും കൂടിയിട്ട് ഒരേ പോയിന്റിൽ കണക്ഷൻ കാണാം. ഇതാണ് നമുക്ക് ഇതിനകത്ത് മെയിൻ പ്ലസ് പോയിൻ്റ് വരുന്നത്. ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പ്ലസ് പോയിൻ്റ് ഈ ബാറ്ററിയിൽ നിന്ന് കൊടുക്കുക, മൈനസ് പോയിൻ്റ് ഇവിടെ കൊടുക്കുക. പിന്നെ സ്വിച്ചിങ്ങിനുള്ള പോയിൻ്റ് രണ്ടും കൊടുക്കണമെന്നില്ല. ഇതിനകത്ത് ഈ കാണുന്ന സ്വിച്ചിങ് പോയിൻ്റ് ഒരു പോയിൻ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് ഇവിടെ ഓൾറെഡി കണക്റ്റഡ് ആണ്. അതായത് ഇതിൻ്റെ പ്ലസ് പോയിൻ്റ് ഇവിടെ കണക്റ്റഡ് ആണ്. പിന്നെ അടുത്ത വരുന്ന പോയിൻ്റാണിത്. ഈ പോയിൻ്റ് നമുക്കൊരു വയർ എടുത്തതിന് ശേഷം താക്കോലിൽ നിന്നുള്ള സ്വിച്ച് ഓൺ കറണ്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താക്കോൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ യൂണിറ്റ് ടോട്ടലി ഓഫ് ആവും. അപ്പോൾ നമുക്ക് ബാറ്ററി ചാർജ് ഇറങ്ങി പോകാൻ സാധ്യത കുറവാണ്. പിന്നെ ഇതിൻ്റെ ഔട്ട് വരുന്നത് നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് നമ്മുടെ ആംപ്ലിഫയർ വാട്ട്സ് കൂടിയതുള്ളതുകൊണ്ടാണ് 35 എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഔട്ട് വന്നിരിക്കുന്നത് 35 മൈനസ്, പിന്നെ ഗ്രൗണ്ട്, പിന്നെ 35 പ്ലസ്, അങ്ങനെയാണ് ഇതിനകത്ത് ഔട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഒരു അഡീഷണൽ ഒരു സപ്ലൈ കൂടി വന്നിട്ടുണ്ട്. 12 വോൾട്ടാണ്. 12 വോൾട്ട് മൈനസ്, ഗ്രൗണ്ട്, പ്ലസ്. അത് നമുക്ക് ഫാൻ ഉപയോഗിക്കുന്നവർക്ക് ഫാൻ ഉപയോഗിക്കാം. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 12 വോൾട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ LED വേണമെന്നുണ്ടെങ്കിൽ LED വെക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ഡ്യുവൽ സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത് 12 വോൾട്ട്. അതേപോലെ തന്നെ 35 ഡ്യുവൽ സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ ബോർഡിൻ്റെ കണക്ഷൻ കാര്യങ്ങൾ വരുന്നത്.
ഇതിപ്പോൾ നമ്മൾ തൽക്കാലം ബാറ്ററി ഇല്ലാത്തതുകൊണ്ടാണ് ഇതേപോലെ ഒരു 12 വോൾട്ട് എലിമിനേറ്റർ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ നിന്ന് 12 വോൾട്ട് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ചെയ്ത ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്തേണ്ടത്. DC 12 വോൾട്ടാണ് എടുത്തത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കൺവെർട്ടർ വെച്ചതിന് ശേഷം 35ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി കിട്ടാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളൊരു എലിമിനേറ്റർ വെച്ചിട്ട് ഇത് പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കിത് എങ്ങനെ പ്ലേ ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റീരിയോ ബോർഡ് മോണോ ബോർഡ് ആക്കിയിട്ടുള്ള ഒരു സബ്വൂഫറിൻ്റെ ആംപ്ലിഫയർ, അതുപോലെ തന്നെ ഒരു DC കൺവെർട്ടർ, ഇത്രയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ആംപ്ലിഫയർ ചെയ്തത്. വളരെ ചുരുങ്ങിയ ചിലവിലാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ സബ്വൂഫറിൻ്റെ ആംപ്ലിഫയർ ചെയ്തത്. പിന്നെ അതിനകത്ത് നമ്മൾ കുറഞ്ഞ ക്യാബിൻ മേടിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സീറ്റിൻ്റെ അടിയിലേക്ക് രീതിയിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് കാണാനുള്ള ഭംഗിയൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ചിലവ് കുറച്ച് എങ്ങനെ ഒരു ആംപ്ലിഫയർ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കിയത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച ബോർഡിൻ്റെയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഒരു വില എല്ലാ വീഡിയോയിലും ഇതിൻ്റെ കറക്റ്റ് വില പറയാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓൺലൈനിൽ ചിലപ്പോൾ വില കുറവിലായിരിക്കും ലഭിക്കുന്നത്. നമുക്കിത് ഷോപ്പുകളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ കുറച്ച് വില കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ച കപ്പാസിറ്ററുകൾ, കെൽട്രോൺ കപ്പാസിറ്റർ, അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഒക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് വില കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് വില പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് ഇതിൽ വില കൂടുതലായിരിക്കും കിട്ടുന്നത്, ഓൺലൈനിൽ ചിലപ്പോൾ വില കുറവായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഒരു ബോർഡിൻ്റെ ഒന്നും കറക്റ്റ് വില പറയാത്തത്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ആംപ്ലിഫയർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കമ്പനി ഒരു 2 ചാനൽ ആംപ്ലിഫയർ മേടിക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നത് ഈ പറഞ്ഞ പോലെ നല്ലൊരു വില 5000-ന് മേലെ വരുന്നുണ്ട്. ചൈനയിൽ തന്നെ അതിൻ്റെ കുറഞ്ഞത് വരുന്നുണ്ട്. പിന്നെ JBL, പൈനർ, സോണിക്, കൂടി അങ്ങനെ പല രീതിയിലും പല വിലകളാണ് വരുന്നത്. അത്രയൊക്കെ നമുക്ക് മുടക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സബ്വൂഫറിൻ്റെ ആംപ്ലിഫയർ വെച്ച് നല്ല രീതിയിലുള്ളൊരു ഹെവി ബാസിൽ തന്നെ നമുക്ക് കാറിൽ ഉപയോഗിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, അതുപോലെ തന്നെ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കൂടാതെ താഴെ കാണുന്ന റെഡ് ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്താൻ മറക്കരുത്. എന്നാലാണ് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും